കണ്ണൂർ പഴയങ്ങാടിയിൽ മൂന്ന് വയസ്സുകാരനായ മകനെയും കൊണ്ട് അമ്മ പുഴയിൽ ചാടി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ യുവതിയുടെ കുടുംബം. പ്രതികളെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ലെന്ന് റീമയുടെ പിതാവ് മോഹനൻ പറഞ്ഞു. അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കുടുംബം പരാതി നൽകി. വയലപ്രയിലെ എം.വി. റീമയുടെ മരണത്തിൽ ഭർത്താവിനും അമ്മയ്ക്കുമെതിരെ പഴയങ്ങാടി പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ പ്രതികളുടെ അറസ്റ്റിലേക്ക് പോലീസ് ഇതുവരെ കടന്നിട്ടില്ല. ഇവർ ഒളിവിലാണെന്നാണ് പോലീസിന്റെ വാദം. ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവ് കമൽനാഥിനും അമ്മയ്ക്കുമെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. മരണം നടന്ന് 2 ആഴ്ച പിന്നിടുമ്പോഴും പ്രതികളെ കണ്ടെത്താനായില്ലെന്നും ഇവരെക്കുറിച്ചുള്ള വിവരം നൽകാൻ തങ്ങളോട് ആവശ്യപ്പെടുകയാണ് പോലീസെന്നും റീമയുടെ പിതാവ് മോഹനൻ. 14 ദിവസമായി ഈ 14 ദിവസമായിട്ട് ഒരു അന്വേഷണം എത്തിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവരും അറിയുന്നത് ചാനലുകാർ മുതൽ എല്ലാ നാട്ടുകാരിലെ എല്ലാ പാർട്ടി ബേസിലായാലും എല്ലാം അന്വേഷണം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു തൃപ്തികരമല്ലാത്ത ഒരു മറുപടിയാണ് അവിടുന്നുണ്ടാവും. ആത്മഹത്യ ചെയ്ത ദിവസം എഴുതിയ PSC പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ റീമ ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചിരുന്നു. ഭർത്താവിന്റെ അമ്മയ്ക്കും ഭർത്താവിനുമെതിരെ പരാമർശങ്ങളുള്ള കുറിപ്പ് കുടുംബം പോലീസിന് കൈമാറിയിരുന്നു. സ്വന്തം ഫോണിൽ റീമ കുറിച്ചിട്ട സന്ദേശവും ഭർത്താവുമായുള്ള 5ലേറെ ഫോൺ റെക്കോർഡുകളും അടക്കം തെളിവുകളെല്ലാം പോലീസിന് കൈമാറിയെന്നും മോഹനൻ പറയുന്നു. എന്നിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും M. വിജിൻ MLA, രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നിവർക്കും കുടുംബം പരാതി നൽകി. ന്യൂസ് മലയാളം, കണ്ണൂർ.